പഴം പഴുത്തു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ബനാന കേക്ക് ഉണ്ടാക്കാം. ഞാൻ 3 വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് ഒന്ന് പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് ആട്ടയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും എടുത്തിട്ടുണ്ട്. നമ്മുടെ ബനാന പ്യൂരിയിലേക്ക് പഞ്ചസാര ഇട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് 1/3 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1/3 കപ്പ് പാലും ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വാനില എസൻസ് ഉണ്ടെങ്കിൽ ഫ്യൂ ഡ്രോപ്സും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും പല ബാച്ചസ് ആയിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യാതെ നോക്കണേ. ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ തന്നെ പാലും കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്ററാക്കി എടുക്കണം. നമ്മളെടുക്കുന്ന പഴത്തിൻ്റെയൊക്കെ ഒരു പ്യൂരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എനിക്കിപ്പോൾ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വന്നു. നോർമൽ കേക്ക് ബാറ്റർ പോലെയല്ല, കുറച്ച് തിക്കായിട്ടുള്ളതായിരിക്കും ഈ ബനാന കേക്ക്. അപ്പോഴത്തേക്കും ഞാനൊരു കേക്ക് ടിന്നിലേക്ക് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാറ്റർ ഒഴിച്ച് ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തത്. ഒരു 18 മിനിറ്റ്സ് ഒക്കെ മതിയാവും. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക. പിന്നെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഇതിന് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഡീറ്റെയിൽഡ് റെസിപ്പി ക്യാപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.